പല തലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റ്, അതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ശരീരം ഇപ്പോൾ നമുക്കറിയാം, കുട്ടികളൊക്കെ ജിമ്മിലൊക്കെ പോകുന്നു, മസിൽസൊക്കെ ഫോം ചെയ്യുന്നു. അവർ വിചാരിക്കുന്നൊരു ഷേപ്പിലേക്ക് അവരുടെ ബോഡി അവർ കൊണ്ടുവരാൻ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലേ? പല രീതിയിൽ നോക്കുന്നുണ്ട്. ഇതുപോലെ മുടി നമുക്ക് വിചാരിക്കുന്ന ഷേപ്പിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഡ്രസ്സുകൾ, അങ്ങനെ നമ്മൾ ബാഹ്യമായി പലതും ഒരു ആകൃതിയിലേക്ക്, സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെ. വാട്ട് യു മീൻ ബൈ ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ്? എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? മനസ്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, മനസ്സിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ധീരതയാണ്, ധൈര്യമാണ്. നമ്മളിപ്പോൾ മനസ്സിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് സ്വഭാവത്തെയാണ്. സ്വഭാവം കുറേയൊക്കെ നമുക്ക് അഭിനയിക്കാം. എനിക്ക് നല്ലവനാണെന്നൊക്കെ കള്ളത്തരത്തിൽ അഭിനയിക്കാം. ഉണ്ടോ? അങ്ങനെ പല വഞ്ചനകളിലും പലരും പെടുന്നുണ്ടല്ലോ. ഒരു പെൺകുട്ടി കണ്ടില്ലേ, SMS 2 കൊല്ലം ഒരാളെ പ്രേമിച്ചു. അയാൾ നല്ല സ്വഭാവപ്രകാരമാണ് പ്രേമിച്ചത്. പോയി കാണാൻ ശ്രമിച്ചപ്പോഴല്ലേ 79 വയസ്സുള്ള തന്തപ്പിടി. കാരണം ഒരു അങ്ങനെ അഭിനയിക്കാൻ മനുഷ്യൻ ഉണ്ടോ ഇല്ലയോ? ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഇവരൊക്കെ ചെറുപ്പക്കാരെ പോലെ അഭിനയിക്കുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കണ്ടോ ചെറുപ്പമായിട്ടാണ്? ആ സ്വഭാവം വെച്ചിട്ട് എങ്ങനെ? ഏറെക്കുറെ എല്ലാവരും പെൻഷൻ പറ്റിയിരിക്കുന്നവരാണ്. ആരോ എനിക്കൊരു ചിത്രം അയച്ചു തന്നു മെയിലിൽ. ഇൻ കേരള ഫിലിം എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സൻ ഒരു വടി, അതിൻ്റെ അറ്റത്തൊരു ഫീഡിങ് ബോട്ടിൽ തൂക്കിയിട്ടിരിക്കണം. ഇതാണത്രേ ഈ വയസ്സൻ കാലം, ഒരു ചെറിയ ഫീഡിങ് ബോട്ടിലും. ഇതാണത്രേ നായകനും നായികയും. നല്ല കമ്പാരിസനാണ്. നായകൻ, മറ്റത് ഫീഡിങ് ബോട്ടിൽ. നന്നായിരിക്കില്ലേ കോമ്പിനേഷൻ? അല്ല, സത്യമാണത്. അപ്പോൾ സ്വഭാവമൊക്കെ നമുക്ക് കുറേ അഭിനയിക്കാം, പക്ഷേ മനസ്സിൻ്റെ ധൈര്യം നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. നിങ്ങൾ കുറേയൊക്കെ അഭിനയിച്ചാലും സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ മാനസികമായി തളരും. മനസ്സിൻ്റെ ധീരതയാണ് യഥാർത്ഥ മനസ്സിൻ്റെ സൗന്ദര്യം. ആ ധീരമായൊരു മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മുടെ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പം അതിന് ആദ്യം നമുക്കറിയണം, വാട്ട് യു മീൻ ബൈ ധീരത, സ്ട്രെങ്ത്. മനസ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? പൊതുവേ നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ളൊരു ശരീരം, സ്നേഹമുള്ളൊരു കുടുംബം, സഹായത്തിന് കൂടെ ഒരാൾ, തുണയ്ക്കൊരാളുണ്ടെങ്കിൽ മനസ്സിന് ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ധൈര്യം. ആണോ? ഇപ്പം എൻ്റെ കൂടെ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു സുഹൃത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ, ഒരു വഴിക്ക് പോകുമ്പോൾ മനസ്സിന് കുറേ ഇപ്പം നോക്കൂ, നിങ്ങൾ ഡൽഹിയിലെ പെൺകുട്ടി രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്തത്. ആ കുട്ടി കരുതിയിട്ടുണ്ടാവും ഈ സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഒരു സ്ട്രെങ്ത് നമ്മളെപ്പോഴും കാണുന്നത്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് കാണുന്നത് നോട്ട് വിത്തിൻ ബട്ട് ഔട്ട്സൈഡ്. ഒന്നുകിൽ അതൊരു ഫ്രണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ധൈര്യം ഉണ്ടാവുമായിരിക്കാം. നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവുമായിരിക്കാം. ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? അങ്ങനെ നമ്മൾ പലതിലും സ്ട്രെങ്ത് കാണുമ്പോൾ, പലതിലും നമ്മൾ ശക്തി കാണുമ്പോൾ, ഈ ശക്തിയെല്ലാം നമ്മുടെ കൂടെ വരുന്നില്ല, നമ്മുടെ കൂടെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും മാനസികമായി തളർന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് പല സന്ദർഭങ്ങൾ എടുത്തു നോക്കൂ. 5 ഭർത്താക്കന്മാരുള്ള പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു. 5 ഭർത്താക്കന്മാർ അടുത്തുള്ളത് കൊണ്ട് പാഞ്ചാലിക്കൊരു സ്ട്രെങ്ത് തോന്നിയോ? അതുപോലെ സീതയുടെ കാര്യം നോക്കൂ. സത്യസന്ധയാണ്, പ്രൂവ് ചെയ്ത് വന്നു, ഗർഭിണിയായി, അമ്മയാവണു. ആ സമയത്താണ് ശ്രീരാമൻ കാട്ടിലേക്ക് അയക്കുന്നത്, അല്ലേ?
അതുവരെ സുരക്ഷിതമെന്ന് തോന്നുന്നിടത്തു നിന്നാണ് മാറ്റി നിർത്തുന്നതെങ്കിൽ ആ സുരക്ഷിതത്വം യഥാർത്ഥ സുരക്ഷിതത്വം ആയിരുന്നുവോ? ശ്രീരാമസ്വാമിയോടൊത്തുകൂടെയുള്ള ആ ജീവിതം സുരക്ഷിതത്വമായിരുന്നോ? യഥാർത്ഥത്തിൽ ആയിരുന്നോ? ശ്രീരാമനിലാണ്, ശ്രീരാമനുള്ളത് കൊണ്ടാണ് സുരക്ഷിതത്വം, മനസ്സിന് ധൈര്യം എന്ന് സീത തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിൽ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് സീത മാനസികമായി തളരുമായിരുന്നു. മനസ്സിലാവുണ്ടോ? ഓരോ സിറ്റുവേഷൻ എടുത്തു നോക്കും. അങ്ങനെ നമുക്ക് തളരാത്തൊരു മനസ്സ് നേടിയെടുക്കണമെങ്കിൽ അതിനെന്ത് വേണം? മനസ്സ് തളരുന്നതിന് കാരണം മനസ്സ് ഒറ്റപ്പെടുമ്പോഴാണ്. മനസ്സ് തളരാതിരിക്കണമെങ്കിൽ മനസ്സൊരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല. മനസ്സ് ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മനസ്സ് ഒറ്റയ്ക്കല്ല എന്നുള്ളത്. അതിനൊരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ സൂക്ഷ്മ വീക്ഷണം നമുക്ക് ആവശ്യമുണ്ട്. മനസ്സ് ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ പറയുമ്പോണ്ടല്ലോ, പലർക്കും അതൊന്നും പിടികിട്ടുകയില്ല. അതിന് നിങ്ങൾക്കൊരു വിശാല കാഴ്ചപ്പാട് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി മനസ്സൊറ്റയ്ക്കല്ല എന്നുള്ളത്? കുറേ പേർക്കൊക്കെ മനസ്സിലായി. തീരെ മനസ്സിലാവാത്തവർ എത്ര പേരുണ്ട്? മനസ്സൊറ്റയ്ക്കല്ല എന്ന് പറഞ്ഞത് കൈപ്പൊക്കിക്കോളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലായി. ഇനി ഞാൻ എന്തിനാ പറയണത്? ഒരു സന്യാസി ഒരിക്കൽ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിലുള്ളവരൊക്കെ പറഞ്ഞു, സന്യാസിയെ പിടിച്ചൊരു ആൽത്തറയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, മഹാത്മൻ നമസ്കാരം, ഞങ്ങളൊക്കെ പാലക്കാട്ടുകാരാണ്, ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങ് സന്യാസിവര്യനല്ലേ, ദൈവത്തെക്കുറിച്ച് വല്ലതും ഞങ്ങൾക്ക് പറഞ്ഞു. ഉടനെ സന്യാസി സ്റ്റേജിൻ്റെ മുകളിൽ കയറി ഇവരോട് ചോദിച്ചു, ദൈവം ഉണ്ട് എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്ന്? നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കൈ പൊക്കണമെന്നില്ല, നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. ഉടനെ സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. സന്യാസി അവിടെ നിന്ന് എണീറ്റ് പോയി. അങ്ങനെയല്ല വരൂ എന്ന് പറഞ്ഞ് പിടിച്ച് രണ്ടാമത് കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അവർക്ക് ഉറപ്പില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പില്ല, അങ്ങ് പറഞ്ഞ് ഞങ്ങൾ ഉറപ്പിക്കണമെന്ന്. ഉടനെ സന്യാസി സ്റ്റേജിൽ കയറി വീണ്ടും ചോദിച്ചു, ദൈവം ഉണ്ട് എന്ന് എത്ര പേർക്ക് ഉറപ്പില്ല എന്ന്? അപ്പോൾ ഇവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഉണ്ട് എന്ന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആളിറങ്ങിപ്പോവും. അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ നല്ലത് ദൈവം ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ദൈവം ഉണ്ട് എന്ന് ഉറപ്പില്ലാത്തവരെത്ര പേരുണ്ട്? ഒക്കെ കൈപൊക്കി. ഉടനെ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല, അതാ ഓടുമെന്ന്. അങ്ങനെയല്ല അവിടെ ഒരു പിടിച്ചിരുത്തി വീണ്ടും. അപ്പോഴേക്കും അവർ കമ്മിറ്റി തീരുമാനിച്ചു, നമുക്ക് 2 ഭാഗമായിട്ടിരിക്കുകയാണ്. സന്യാസി എന്ത് പറഞ്ഞാലും വിടാൻ പാടില്ല. ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി ആൾക്കാർ കൈപൊക്കിക്കൊള്ളണം. ഉറപ്പില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി ആൾക്കാർ കൈപൊക്കും. എന്നിരുന്നാലും സന്യാസി പെട്ടുപോയല്ലോ. അല്ല, അങ്ങ് വീണ്ടും ചോദിക്കുമെന്ന്. അപ്പോൾ സന്യാസി ചോദിച്ചു, നിങ്ങൾക്ക് ദൈവം ഉണ്ട് എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു ഭാഗം കൈപൊക്കി. എത്ര പേർക്ക് ഉറപ്പില്ല? ഈ ഭാഗം കൈപൊക്കി. ഉടനെ സന്യാസി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പുള്ളവർ ഉറപ്പില്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി, എൻ്റെ ആവശ്യമില്ല, വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഇതേപോലെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് മനസ്സ് ഒറ്റയ്ക്കല്ല. ആണോ? ഉറപ്പുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അല്പം സൂക്ഷ്മചിന്തനം വേണം. കഠോപനിഷത്തിൽ പറയും, ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിനി. കൃഷ്ണൻ ഗീതയിൽ പറയും, 15-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയും, പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഏത് കണ്ണ്? ജ്ഞാനത്തിൻ്റെ കണ്ണ്. അവിടെയാണ് നമുക്ക് ധ്യാനം ചെയ്ത് ഈ ജ്ഞാനത്തിൻ്റെ കണ്ണ് വികസിപ്പിക്കുന്നത്. സയൻറ്റിഫിക് ഐ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. സയൻറ്റിഫിക് ഐ, അതായത് ഇപ്പം നമ്മൾ ശരീരത്തെ കാണുമ്പോഴും ഈ ശരീരത്തെ നിങ്ങൾ നോക്കുമ്പോഴും ഈ ശരീരം എന്ന് പറയുന്നത് കോടാനുകൂടി സെല്ലുകൾ രൂപാന്തരപ്പെട്ട് വന്നതാണ് ഈ ശരീരം. സെൽസ് ആർ ഫോമിങ്. വീണ്ടും വീണ്ടും പുതിയത് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കണം കണ്ടിന്യൂസ്ലി. ആണോ അല്ലയോ? ഈ ശരീരം ഫുഡിൽ നിന്ന് സെൽസായി മാറി, ഇതും ഫുഡായി മാറി,
അങ്ങനെ ഈ ശരീരം എപ്പോഴും അന്നും ഇന്നും എന്നും ഫുഡ് തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ, ആഹാരം കഴിച്ചുണ്ടായ ഈ ശരീരത്തിൻ്റെ കോശങ്ങൾ, അണുക്കൾ കഴിക്കുമ്പോൾ അവർക്കത് പറയൂ, ഇറ്റ് ഇസ് എ ഫുഡ്. അപ്പം നമ്മളെ പിടിച്ചൊരു പുലി കഴിക്കണോ? കാരണം ഇപ്പോൾ പുലികൾക്കൊന്നും ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പുലി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത്? പുലിക്ക് എന്താ പാലക്കാട് കാണാൻ മോഹത്തോട്ട് ഇറങ്ങുക? ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു ബോർഡ്. അപ്പോൾ ഒരു ആനയും കുട്ടിയും ക്രോസ് ചെയ്യാണ്. അപ്പോൾ ആനക്കുട്ടി ആനയോട് ചോദിക്കുകയാണ്, മമ്മി മമ്മി എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്ന്. അപ്പം ആന പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടാ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ കുട്ടി ചോദിച്ചു, ആരാ വന്യമൃഗങ്ങൾ? സീസണായാൽ വരുന്നു. അല്ല, അവരെ സംബന്ധിച്ച് നമ്മുടെ വന്യമൃഗങ്ങൾ അവരുടെ നാടാണത്. ആണോ അല്ലയോ? വന്യമൃഗങ്ങൾ സീസണായാൽ വരും, ഒരു സീസണായാൽ പോകും, അത്രയുള്ളൂ. അവർക്ക് നമ്മളാണ് വന്യമൃഗങ്ങൾ. അപ്പോൾ പറഞ്ഞ പോലെ നാം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഈ ശരീരം ആഹാരമല്ലേ? ഇത് മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ കുഴിച്ചിട്ടാലും കുറേ പുഴുക്കൾക്ക് ആഹാരമാണോ? ഇനി അതിനെ കത്തിച്ചാമ്പലാക്കി ചാരമാക്കി വല്ല വാഴയ്ക്കോ തെങ്ങിനോ കൊണ്ടുപോയിട്ടാൽ അവർക്കും അത് ആഹാരമാണ്. അന്നും ആഹാരമാണ്, ഇന്നും ആഹാരമാണ്. ഇത് മരിച്ചു കഴിഞ്ഞാലും ആഹാരമാണ്. നിങ്ങൾ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ വേറൊരവസ്ഥയിലുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവുന്നു ഈ ശരീരം എന്നത് എന്നും ആഹാരമായി കൊണ്ട് തന്നെ മാറിക്കൊണ്ട് പരിണാമം ചെയ്യുന്ന ഒന്നാണെങ്കിൽ, നമുക്ക് ശരീരത്തെ ആഹാര രൂപത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ഈ ശരീരം എന്നും എവിടെയെങ്കിലും ഒരു രീതിയിൽ ആഹാരമായി ഇരിക്കുന്നുവെങ്കിൽ ഒരു പെർമനൻ്റ് നാശം പറയൂ ഏതിനില്ല? ശരീരത്തിനില്ല. അപ്പം ശരീരത്തിനെ നിങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ അതിനൊരു തുടർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതേപോലെ നിങ്ങൾ മനസ്സിലേക്ക് നോക്കുന്ന സമയത്ത് മനസ്സും ഒരു തുടർച്ചയിലൂടെ കടന്നു പോകുന്നു. ശൈശവം, ബാല്യം, കൗമാരം, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഏത് മനസ്സ്. അപ്പം അവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, മനസ്സെന്ന് പറയുന്നത് ഒരു ബോധശക്തിയാണ്. അതിൽ നമുക്ക് ഏത് ചിന്തകൾ വേണമെങ്കിലും കൊണ്ടുവരാം, ഏത് ചിന്തകൾ വേണമെങ്കിലും എടുത്തു മാറ്റാം. നമ്മുടെ സ്വഭാവങ്ങളെ എങ്ങനെയൊക്കെ വേണമെങ്കിലും രൂപാന്തരപ്പെടുത്താനുള്ള ഒരു കഴിവ് ആ ബോധത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, ചിന്തകൾ മാറ്റാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ? അങ്ങനെ ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഒരു ബോധശക്തിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അനന്തബോധത്തിലല്ലേ ഈ ചിന്തകളൊക്കെ കടന്ന് കളിക്കുന്നത്? ക്ലിയർ ആയില്ല? ഒരു കള്ളനായിട്ടിരിക്കുമ്പോൾ ഉള്ള ആളുടെ മനസ്സും അയാൾക്കും കള്ളൻ എന്നൊരു ബോധമുണ്ട്. ആ കള്ളനെ പരിവർത്തനം വരുത്തി ഒരു വാത്മീകിയാക്കുമ്പോഴും ആ മനസ്സിനും പറയൂ ബോധമുണ്ട്. ഒരു അനന്ത ബോധത്തിലായിരുന്നു കള്ളന്റെ ചിന്തയും ഒരു ഋഷിയുടെ ചിന്തയും എന്ന് പറഞ്ഞാൽ ശരിയാണ്. ആണോ അല്ലയോ? നിങ്ങൾ സ്വന്തം ജീവിതത്തെ നോക്കൂ. നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ബാലിശമായ ചിന്തകൾ, ചില പിടിവാശികൾ, സ്വാർത്ഥതകൾ, അതൊക്കെ നിങ്ങൾ പ്രായമാകും തോറും നിങ്ങളിൽ കുറെ മാറ്റങ്ങൾ വരുത്തുന്നില്ലേ? അതും ഒരേ ബോധത്തിലല്ലേ സംഭവിക്കുന്നത്? ആണോ അല്ലയോ? അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും, ഒരേ മനസ്സിൽ തന്നെയല്ലേ നല്ലതും ചീത്തതും സംഭവിക്കുന്നതെങ്കിൽ ഈ ചിന്തകളുടെ കൂടെ എപ്പോഴും ഒരു അനന്തബോധമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ ഇല്ലയോ? അപ്പം അങ്ങനെ ഒരു അനന്തബോധത്തെയാണ് ഋഷീശ്വരന്മാര് ഈശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മനസ്സൊരിക്കലും, മനസ്സെന്ന് പറഞ്ഞാൽ അപ്പം അർത്തെടുക്കേണ്ടത് ചിന്തകൾ നടത്തെടുക്കണം. ആ ചിന്തകൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ ദിവസവും നമ്മൾ അല്പനേരം ധ്യാനിക്കും തോറും ഈ ചിന്തകളൊക്കെ ബോധശക്തിയോട് അടുത്തടുത്ത് വരും തോറും നമ്മുടെ ചിന്തകൾക്ക് രണ്ട് പ്രത്യേകത ഉണ്ട്. അതിന് പ്രപഞ്ചത്തോടും അടുക്കാം, അതിന് ബോധത്തോടും അടുക്കാം. ധ്യാനം ചെയ്യും തോറും അത് ഇതിനോടടുക്കും, ബോധത്തോടടുക്കും തോറും നിങ്ങളിൽ ശക്തിയുള്ള ചിന്തകൾ വരും. അത് പ്രപഞ്ചത്തോടടുക്കും തോറും നിങ്ങളിൽ ദുർബല ചിന്തകൾ വരും.
അതുകൊണ്ടാണ് ധ്യാനത്തിന് ഏറ്റവും പ്രാധാന്യം ഋഷീശ്വരന്മാർ കൽപ്പിച്ചത്. നമുക്ക് പറ്റിയ പാളിച്ച എന്താ അറിയോ? അല്ലെ, ഇത് എഴുതി വെക്കണേ: പ്രാർത്ഥന മനസ്സിനെ ദുർബലമാക്കും, ധ്യാനം മനസ്സിനെ ധീരമാക്കും. ഇത് മറക്കരുത് നിങ്ങൾ. എന്താണ്? പ്രാർത്ഥന മനസ്സിനെ ദുർബലമാക്കും, ധ്യാനം മനസ്സിനെ ധീരമാക്കും. നമ്മൾ വെറും പ്രാർത്ഥിക്കുന്നവരായി തീർന്നാൽ നിങ്ങൾ ദുർബലരാണ്. അതുകൊണ്ടാണ് 50 കൊല്ലവും 60 കൊല്ലവും ഇപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചവരൊക്കെ കുറേ കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മാനസികമായി തളരുന്നത്. മകൻ മരിച്ചു, ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്നൊക്കെ പറഞ്ഞു ദുർബലരായിട്ടിരിക്കും. എന്നാൽ നിങ്ങൾ ദിവസവും ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളരില്ല. നിങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മരണം എന്ന് പറയുന്നത് ഒരിക്കലും നാശമല്ല. മരണം എന്ന് പറയുന്നത് കൂടിച്ചേരുന്നു, വേർപിരിയുന്നു, വേർപിരിഞ്ഞത് വീണ്ടും മറ്റൊന്നുമായി കൂടിച്ചേരുന്നു. ഇതിലെന്താ ഇത്ര ദുഃഖിക്കാനുള്ളത്? ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മമതസ്യ ച തസ്മാലപരിഹാരത്തേനത്വം ചോദിതുമർഹസി. കൃഷ്ണൻ ഗീതയിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞു. എവിടെയാണ് ദുഃഖിക്കാനുള്ളത്? അതുപോലെ ഒരു പരാജയം അവരെ പരാജയപ്പെടുത്തില്ല. കാരണം അവർക്ക് മനസ്സിലാവും ഒരു പരാജയം മാറ്റാനുള്ള കഴിവും പറയൂ മനസ്സിനുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരിവർത്തനം വരുത്തിയെടുക്കാം. എന്നാൽ ഇത് പരിവർത്തനം വരുത്തി എടുത്തില്ലെങ്കിലോ നിങ്ങളേതെങ്കിലും ചിന്തകളിൽ മാത്രം ജീവിച്ചു പോയാൽ ഈ മനസ്സിന് നിങ്ങളെ ഒരു കുതിര നടക്കുന്ന പോലെ നിങ്ങളുടെ ശക്തിയൊന്നും കാണിച്ചു തരാതെ ആ ചിന്തകൾ തന്നെ കൊണ്ടുപോയി നിങ്ങളെ ബന്ധിച്ച് നിങ്ങളെ മാനസികമായി തളർത്താം. ഒരു ദശരഥനെ പോലെ നിങ്ങൾക്ക് തളരാം. മനസ്സിലാവുണ്ടോ? ഒരു കൈകേകിയെ പോലെ നിങ്ങൾക്ക് തളരാം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും തളരാത്തൊരു മനസ്സ് കുട്ടിക്കാലത്തെ നേടിയെടുത്താൽ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിപ്പിച്ചു തരുന്ന കഥയാണ് ഭാഗവതത്തിലെ ധ്രുവചരിതം. കഥ ഇതാണ്: ഒരു ഭർത്താവ്, ഒരു രാജാവിന് 2 ഭാര്യമാർ, സുനീതിയും സുരുചിയും. അപ്പം ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ചോളേ. ഈ സുനീതിയും സുരുചിയും എന്ന് പറയുന്ന 2 ഭാര്യമാർ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഉണ്ട് സുനീതിയും സുരുചിയും. സുരുചി എന്നുള്ള വാക്കിനർത്ഥം രുചിപ്പിക്കുന്ന വർത്തമാനം പറയുന്നവർ, അല്ലെങ്കിൽ രുചിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ. ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിനെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അവൻ്റെ പേര് സുരുചി എന്നാണ്. തമാശയല്ല. ഇപ്പം നോക്കൂ, നിങ്ങൾ 5 പേരൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ അതിലൊരുത്തൻ മൈനറാണ്. ആ പയ്യനെ പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവർ. അവൻ മറ്റുള്ളവരൊക്കെ അവനെ സംബന്ധിച്ചൊരു സുരുചിയാണ്, ഒരു രുചി, ഒരു സുഖം അനുഭവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ആരാണോ നല്ലത് പറഞ്ഞു തരുന്നത്, മനസ്സിനെ ഉയർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അവരാണ് സുനീതി. സുനീതി പറഞ്ഞാൽ, സുനീതി എന്നുള്ളത്, സുനീതി പറഞ്ഞാൽ നീതി, നീതി പറഞ്ഞാൽ വാല്യൂസ്, നല്ലത് പറഞ്ഞു തരും. അപ്പം നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളൊരു ആരായി? സുനീതി. സുനീതിയും സുരുചിയും എന്നും ലോകത്തിലുണ്ടോ? വീടുകളിൽ നോക്കൂ, നിങ്ങൾ കുട്ടികളോട് ചോദിക്കൂ, അപ്പോൾ പറയും അമ്മ സുനീതിയാണ്, അച്ഛൻ സുരുചിയാണ്. സാരല്ലേടാ, നീ ഇത്തിരി TV കണ്ടു വെച്ചിട്ട് എന്താ കുഴപ്പം? ചില അച്ഛന്മാരാണെങ്കിൽ വൈകുന്നേരം സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്തിയാദി ഹേതവേ, അങ്ങനെ വരുന്ന അച്ഛന്മാരാണെങ്കിൽ പാവം അമ്മമാരെ. പണ്ടൊക്കെ കുട്ടികൾക്ക് അച്ഛന്മാരായിരുന്നു പേടി, അമ്മമാരോടായിരുന്നു കൂടുതൽ. ഒരു എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന ചാരപ്രവർത്തനം മുഴുവൻ ചെയ്യുന്നത് അമ്മയായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് നേരെ വിപരീ. കലിയുഗം വന്നപ്പോൾ ഒക്കെ തലതിരിഞ്ഞു. നോക്കൂ നിങ്ങൾ, കലിയുഗമൊക്കെ തലതിരിഞ്ഞിട്ടല്ലേ നടക്കണത്? തൊപ്പിയിടുന്നത് കണ്ടിട്ടുണ്ടോ കുട്ടികൾ? അതിൻ്റെ ഫ്ലാപ്പ് പുറകോട്ടാ വയ്ക്കുക, മുന്നോട്ട് വയ്ക്കില്ല. നോക്കൂ നിങ്ങൾ, വീട്ടിൽ പട്ടിയെ വളർത്തുമ്പോൾ കുട്ടി പുറത്ത്, പട്ടിയകത്ത്. പണ്ടൊക്കെ പട്ടിയകത്തും കുട്ടി പുറത്തുമായിരുന്നു. ഇപ്പം നേരെ വിപരീതമായി, കുട്ടികളൊക്കെ പുറത്താണ്. അപ്പോൾ വീട്ടിലാരാ? പട്ടി. അതും ഇന്നത്തെ പട്ടികൾക്ക് ഇംഗ്ലീഷ് പോലും അറിയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റിയാണ് എന്നെ കൊണ്ടുപോകുന്നത് വീട്ടിലേക്ക്. സ്ഥലമൊന്നും പറയില്ലേ, കാരണം എനിക്ക് 3 ദിവസം കൂടി ഇവിടെ കൂടണം. അപ്പോൾ ഈ ആൻറ്റി അങ്ങനെ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ
ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു കുഞ്ഞി പട്ടീൻ്റെ വാതിൽ കടന്ന് അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ ആൻറ്റി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുക, രാജു വെരി ഈസ് യുവർ ഡാഡ്, ഇംഗ്ലീഷിൽ. ഞാൻ വിചാരിച്ചു പട്ടിയുടെ അച്ഛനോ, ഇനിയിപ്പോൾ അതാരാവോ, വലിയ പട്ടി വരുന്നുണ്ടാവും. അപ്പം നോക്കുമ്പോൾ ആ അങ്കിൾ, റിട്ടയർ ചെയ്ത അങ്കിൾ ട്രൗസർ എടുത്തിട്ട് വരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ ചീത്ത ഭാഷയാണ് പട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അത് വലിയ ക്രെഡിറ്റായിട്ട് കൊണ്ട് നടക്കണോ ലോകം, കലിയുഗം, എന്താ പറയുക. അത് സത്യത്തിൽ മനുഷ്യനെ മാത്രമല്ല എല്ലാ കാര്യത്തിലും ബാധിച്ചിട്ടുണ്ട്. ഈവൻ ഉപകരണങ്ങൾക്കും കലിയുഗം ബാധിച്ചു. നോക്കൂ നിങ്ങൾ, അതുപോലും തലതിരിഞ്ഞില്ല. പണ്ടൊക്കെ അമ്മി അരയാട്ടുമ്പോണ്ടല്ലോ കുട്ടിയാണ് തിരിയുക. ഇപ്പം നോക്കൂ നിങ്ങൾ, കലിയുഗം വന്നപ്പോൾ കുട്ടി അവിടെ നിൽക്കും, മറ്റതെല്ലാം തിരിയും പാത്രം. കലിയുഗം, ഗ്രൈൻഡർ, അല്ലേ? ശരിയല്ലത്? എല്ലാം തലതിരിഞ്ഞ്. അതുപോലെ അച്ഛനെ പേടിയില്ല, അമ്മയെ പേടിയാണ്. അച്ഛൻ പോയിക്കോടാ, തിന്നോടാ, കണ്ടോടാ എന്ന് പറയും. അമ്മ പറയും അനങ്ങിപ്പോവരുത്. കുട്ടികൾക്ക് ഹിറ്റ്ലറെ പോലെയാണ് അമ്മ എന്ന്. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ മനസ്സിലാക്കും നിങ്ങൾ. മനുഷ്യ മനസ്സിൻ്റെ ഈ സംസ്കാരങ്ങൾ, നല്ലത് പറഞ്ഞു കൊടുക്കുന്ന സംസ്കാരവും വഴിതെറ്റിക്കുന്ന സംസ്കാരവും, ഇതിനെയൊക്കെയാണ് നമ്മുടെ ഋഷിമാർ സുനീതി എന്നും സുരുചി എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സുനീതിയും സുരുചിക്കും 2 പുത്രന്മാർ, ഉത്തമനും ധ്രുവനും. സുരുചി ഭർത്താവിനെ വൈകുന്നേരം ട്യൂഷൻ കൊടുത്ത് പണ്ട് മന്ദര കൈകേയിക്ക് കൊടുത്തതുപോലെ, അതുകൊണ്ട് ട്യൂഷൻ വളരെ ശ്രദ്ധിക്കണം. കൊടുത്ത് ഈ ട്യൂഷന് പോകുന്ന കുട്ടികളാണ് ഏറെ അബദ്ധം ചെയ്യുക. കുട്ടി ഇരുന്ന് വായിക്കുകയാണ്, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദിനേശൻ, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദിനേശൻ. എന്താടാ നീ ഇങ്ങനെ വായിക്കുന്നത്? ഏത് ദിനേശൻ്റെ അച്ഛനാണ്? അപ്പം നോക്കുമ്പോഴല്ലേ മനസ്സിലാക്കുന്നത് ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദി നേഷൻ. കുട്ടി ഒറ്റ അടിക്ക് വിട്ടുകൊടുത്തു അത് നേഷൻ എന്നുള്ളതിന്. ഇതേപോലെ ഇദ്ദേഹത്തിന് ട്യൂഷൻ കിട്ടി സുരുചിയുടെ വക. അപ്പോൾ ട്യൂഷൻ കിട്ടിയതും സുനീതിയെ സ്വാഭാവികമായിട്ട് അകറ്റി. തലയണ മന്ത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. PDC ക്ലാസ്, അതിന് PDC ക്ലാസ് എന്നാണ് പറയുക, പരദൂഷണം ക്ലാസ്. ദിവസവും കുറച്ച് കൊടുത്ത് സുനീതി അകറ്റി. സുനീതി നോക്കൂ, അവർ പാലക്കാട് ഡിസ്ട്രിക്ട് കോർട്ടിലേക്കോ വനിതാ സെല്ലിലേക്കൊന്നും പോയില്ല. അതിനു മുമ്പ് തന്നെ അവർ മാനസികമായി ഉയർന്നതുകൊണ്ട് അവർ ഭർത്താവ് തന്നെ വിട്ടു എന്ന് കണ്ടപ്പോൾ ഒരു ക്ലാസ് സംഘടിപ്പിച്ച്, ഭഗവത്ഗീത ക്ലാസ്. കുറച്ച് ആളുകളൊക്കെ വിളിച്ച് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് ഭഗവത്ഗീത ക്ലാസ് എടുക്കാൻ? വെരി ഗുഡ്. അപ്പോൾ കുറേ സുനീതിമാരുണ്ട് ഇവിടെ, നന്നായി. അത് അവർ ജീവിതം ആസ്വദിച്ചു. അങ്ങനെ ഒരു ദിവസം അമ്മ, എന്താ പറയുക, കുട്ടി ധ്രുവൻ കൊട്ടാരത്തിൽ പോകുന്നു. ധ്രുവൻ നോക്കുന്ന സമയത്ത് ഉത്തമൻ മടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഒരു മോഹം അച്ഛൻ്റെ മടിയിലിരിക്കാൻ. അങ്ങനെ മടിയിലിരിക്കാൻ ചെന്നതാണ് രംഗം. ആ സമയത്ത് കോപിഷ്ഠയായി സുരുചി വരുന്നതും കുട്ടിയെ തട്ടിമാറ്റുന്നതും, ആ കുട്ടിയെ രാജാവിൻ്റെ മുന്നിൽ വെച്ച് പറയുന്ന വാക്കൾ, മാറി നിൽക്കട, നിനക്ക് അവിടെ ഇരിക്കാൻ എന്താ അർഹത? എൻ്റെ കുട്ടിയായി ജനിച്ച് നീ വന്നാൽ നിനക്ക് അവിടെ ഇരിക്കാൻ യോഗ്യത കിട്ടും, പോയി ശവമേ ചാവടാണ്. ഇങ്ങനെ രീതിയിൽ ആ കുട്ടിയെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്തപ്പോൾ കുട്ടി അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കി. അച്ഛനാണെങ്കിൽ നല്ല അച്ചടക്കമുള്ള അച്ഛനായിരുന്നു, ഭർത്താവായിരുന്നു. ഈ അച്ചടക്കം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം എന്നറിയോ? ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു എന്താ അച്ചടക്കം? കുട്ടി പറഞ്ഞു, അമ്മ അച്ഛനെ അടക്കുന്നത് അച്ചടക്കം. അവൻ്റെ വീട്ടിൽ അതാ കാണുന്നത്. അമ്മയൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വായ തുറക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ പാലക്കാട് കാര്യങ്ങളൊന്നല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. ഞാൻ ഒരു വീട്ടിലും കണ്ടിട്ടില്ലേ കുട്ടി പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും ഭയങ്കര വഴക്ക്. എന്നിട്ടോ അച്ഛൻ പുലിയെ പോലെ പോയി, എന്നിട്ടോ എലിയെ പോലെ പോകുന്നു. ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാരനോട് പറഞ്ഞു, എത്രയും വേഗം എന്നെ അറസ്റ്റ് ചെയ്യണം സാറിന്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര അടികൂടി. എന്നിട്ട് എന്ത് പറ്റി അവൾക്ക്? സാർ വേഗം എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഹേയ്, അവൾക്ക് എന്ത് പറ്റി നിങ്ങളുടെ ഭാര്യയ്ക്ക്? അത് പിന്നെ പറയാം സാർ, നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ? എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യണത്? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? അടിച്ചിട്ട് വല്ലതും പറ്റിയോ, മരിച്ചോ? അതൊക്കെ പിന്നെ പറയാം സാർ, അറസ്റ്റ് ചെയ്യുമെന്ന്. ഹേയ്, നിങ്ങൾക്ക് എന്താ അത്ര അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരണം വടി അവളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണെന്ന്. അവൾ വടിയും കൊണ്ട് പുറകിൽ വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൂടായൊന്നുമില്ല.
അപ്പോൾ ധ്രുവൻ അച്ഛൻ്റെ മുഖത്ത് നോക്കിയതും ഒരു തരത്തിലുമുള്ള പ്രതികരണം ഉണ്ടായില്ല. തല താഴ്ത്തി ധ്രുവന് തോന്നി രണ്ടെണ്ണം കൊടുക്കണം ആ സമയത്ത്. ധ്രുവൻ അവിടുന്ന് ഇറങ്ങി വരുന്നു, വീട്ടിലെത്തുന്നു, അമ്മയെ കെട്ടിപ്പിടിച്ച് കരയണു. സ്വാഭാവികമാണ് കുട്ടികൾ കരയാന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്തുണ്ടല്ലോ ആ അമ്മ എങ്ങനെയാ പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോഴേക്കും ഒരു തോഴി വന്ന് പറഞ്ഞു, കുട്ടി കളിച്ചിട്ടോ വികൃതി കാണിച്ചിട്ടോ ഒന്നല്ല, സുരുചിയുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ടാണ് ധ്രുവൻ മാനസികമായി തളർന്നത്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഒന്ന് കൊടുത്തിട്ട് പറയും, എത്ര പ്രാവശ്യം അസത്തെ നിന്നോട് പറഞ്ഞാൽ അവിടെ പോകരുത് പോകരുതെന്ന് അനുഭവിക്കണം. ഇന്നത്തെ ഒരു ആവറേജ് അമ്മയുടെ വായിൽ നിന്ന് അതായിരിക്കും ആദ്യം കേൾക്ക്. ആണോ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ വായും പൊളിച്ചിട്ട് അവിടെ നോക്കരുതെന്ന്? അനുഭവിക്കുന്നേ. നീ നിൻ്റെ അച്ഛൻ ഒരുപോലെയാണ്, അത് വേണേ പറയും. അതല്ല, നിങ്ങൾ കുറച്ച് ഭക്തിയുള്ള ആളുകളാണെങ്കിൽ 100 രൂപ എടുത്തിട്ട് എൻ്റെ പാലക്കാട് ധാരാളം ശക്തിയിൽ ഹനുമാനുണ്ട്, തൊട്ടടുത്ത് തന്നെ ദേവി ഇരിക്കുന്നുണ്ട്, എല്ലാ ദേവിമാരുടെ കൈപ്പത്തിയുണ്ട്. ഉണ്ടോ? ഏതെങ്കിലും ഒരു ദേവിയോട് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കാണിച്ചു തരണേ അവരുടെ കാലൊടിഞ്ഞിട്ട് നിന്ന്. ആരുടെ? സുരുചിയുടെ കാലൊടിക്കണം. ഇങ്ങനെയും പ്രാർത്ഥിക്കുന്നവരുണ്ടാവുമോ? ചോറ്റാനിക്കര അമ്പലത്തിലെ ആ വെടി പൊട്ടിക്കുന്ന ആൾ പറയാം, ഒരാൾ വന്നിട്ട് ഒരു ഷീറ്റ് കൊടുത്തു, അത്ര പേപ്പർ, എന്നിട്ട് പറഞ്ഞു മരുന്ന് നടക്കണേന് മുമ്പ് ഇടണമെന്ന്. ഇത് പൊട്ടുമ്പോൾ അവിടെയും പൊട്ടണം അത്രേ. ആരുടെയൊക്കെയോ മനസ്സിൻ്റെ സ്വഭാവം നോക്കൂ ഓരോരുത്തരുടെ. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സ് ചിന്തിക്കുന്നത്, നെഗറ്റീവായിരിക്കും. ഇവിടെയാണ് സുനീതിയുടെ മഹത്വമായ വാക്കുകൾ. എന്താ നോക്കൂ നിങ്ങൾ, ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ സുനീതി ധ്രുവനോട് പറയുന്ന വാക്കുകളുണ്ട്. ആതിഷ്ഠതത്താദ വിമത്സരത്വം ഉക്തം സമത്രാപി യദവ്യളീകം ആരാധയാദോക്ഷജപാദപത്മം യതീച്ഛസേത്യാസനമുത്തമോ യഥാ. ഹേ ഉണ്ണി, എണീക്കൂ, ഉണരൂ എന്നൊക്കെയാ പറയുന്നത്. ആദിഷ്ട്, ഹേ ഉണ്ണി എണീക്കൂ. എന്നിട്ട് പറയുന്ന വാക്കെന്താ അറിയോ? ആരൊക്കെ ഉണ്ണിയെ കൈവിട്ടാലും കൈവിടാത്ത ശക്തി കൂടെയുണ്ടെന്ന് മറക്കരുത്. ഇത്രേ പറഞ്ഞുള്ളൂ. എത്ര പേർക്ക് പറയാൻ പറ്റൂ ഇത്? ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തൊരു ശക്തി കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു അമ്മയായിരുന്നു ആര്? സുനീതി. ഇതൊക്കെ വായിൽ നിന്ന് വരണമെങ്കിൽ നേരത്തെ തന്നെ മനസ്സ് ആ ശക്തിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ഒരു ധ്യാന സംസ്കാരമില്ലാതെ പോയ നമ്മുടെ അവസ്ഥ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ബുദ്ധി വരുന്നില്ല. ഒരു പാലക്കാട്ടുകാരനും തിരുവനന്തപുരത്തുകാരനും മലമ്പുഴ കാട്ടിലേക്ക് കയറി മുകളിലേക്ക് പോയപ്പോൾ എവിടെ നിന്നോ ഒരു പുലി പ്രത്യക്ഷപ്പെട്ടു. തൊട്ട മുന്നിൽ പുലി. പാലക്കാടുകാരന് പെട്ടെന്ന് ബുദ്ധി വന്നു. നിലത്ത് നല്ല മൺപൊടിയുണ്ട്, പൊടിയെടുത്തൊരു പുലിയുടെ കണ്ണിലേക്ക് ഇട്ടിട്ട് ഓടാൻ തുടങ്ങി. തിരുവനന്തപുരത്തോട് പറഞ്ഞു, ഓടടാ, ഓടിക്കോ ഓടിക്കോ എന്ന്. അപ്പം അവൻ പറയണം, നീയല്ലേ കണ്ണിലേക്ക് പൊടിയിട്ട് ഞാനെന്തിനാ ഓടുന്നത് എന്ന്. എന്താ പറയുക? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് ബോധമില്ല. ഇതേപോലെ നമ്മുടെ മനസ്സുണ്ടല്ലോ, ഒരു നിമിഷം ദുർബലമാകുന്നതിന് മുമ്പ് മറ്റൊരു മനസ്സിനെ നമുക്ക് ഉയർത്താൻ സുനീതി, ശ്രദ്ധിക്കണേ, ധ്രുവൻ്റെ വാക്കുകൾ കേട്ട് വാസ്തവത്തിൽ ദുർബലയായി തീരേണ്ടവളായിരുന്നു ആര്? സാധാരണ ദുർബലനായ ഒരുത്തനിൽ നിന്നും വേറൊരാൾക്ക് ദൗർബല്യം കിട്ടുകയാണ്. ആണോ? ഒരമ്മ പെട്ടെന്ന് തളരുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ അമ്മ തളർന്നില്ല എന്ന് മാത്രമല്ല, ഒരു ധീരയായ മനസ്സുള്ള അമ്മ തളർന്ന ഉണ്ണിയുടെ മനസ്സിനെ പോലും ഉയർത്തി. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഒരു പ്രേയിങ് മൈൻഡ് വളരെ ശ്രദ്ധിക്കും ഞാൻ പറയുന്നത്. എപ്പോഴും പ്രേ ചെയ്യുന്ന മനസ്സ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു മനസ്സ്,
അത് ദൗർബല്യം ഏറ്റുവാങ്ങി ദൗർബല്യം ചിന്തിക്കും. ധ്യാനിക്കുന്ന മനസ്സ് ദൗർബല്യത്തെ പിടിച്ചു നിർത്തി ആ ദൗർബല്യത്തിൽ നിന്നും മറ്റൊരാളെ ഉയർത്തും. മനസ്സിലാവുണ്ടോ നിനക്ക്? മന്ദരയുടെ ദൗർബല്യം കൈകേയി ഏറ്റുവാങ്ങി, കൈകേയിയുടെ ദൗർബല്യം ദശരഥൻ ഏറ്റുവാങ്ങി, ദശരഥൻ തളരുകയും ചെയ്തു. ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യമാണ്. ഒരു മകൻ മരിച്ചു, ആ ദൗർബല്യം ഒരമ്മ ഏറ്റുവാങ്ങണോ, അച്ഛൻ ഏറ്റുവാങ്ങണോ, അച്ഛനും തളരണോ, അമ്മയും തളരണം. അല്ലെങ്കിൽ ഒരു ബിസിനസ് പൊളിഞ്ഞു, ആ ഒരു തകർച്ച മനസ്സിനെ തളർത്തുന്നു. ഒന്നിൻ്റെ ദൗർബല്യം പറയൂ വേറൊന്നിനെ സ്വാധീനിക്കും. എന്നാൽ നിങ്ങൾക്ക് കാണാം, രാമൻ എന്ന് പറയുന്ന കഥാപാത്രം, അച്ഛനും ചെറിയമ്മയും അല്ലെങ്കിൽ ചിറ്റമ്മയും ആരാവട്ടെ, ഇവരൊക്കെ തളർന്നിട്ടും ആര് തളരാൻ കൂട്ടാക്കിയില്ല? രാമൻ തളർന്നില്ല. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ വളരെ പ്രസിദ്ധമായ രാമായണമാണ് ഏതാണ്? ഉത്തരേന്ത്യയിൽ പ്രസിദ്ധമായ രാമായണം വാൽമീകി രാമായണം അല്ല. വാൽമീകി തുളസീദാസ് ജി എഴുതിയ രാമായണം കേട്ടിട്ടുണ്ടോ? തുളസി രാമായണം, രാമചരിത മാനസ്, അതാണ് അതിൻ്റെ പേര്. അതിൽ തുളസീദാസ് ജി പറയുന്നുണ്ട്, ഏത് രാമനെയാണ് ഞാൻ ആരാധിക്കുന്നത്. പലപ്പോഴും നമ്മളിതൊക്കെ മനസ്സിലാക്കാതെ പോകുന്നേ. നല്ല ചില ശ്ലോകങ്ങളുണ്ട് രാമചരിത മാനസ്. അദ്ദേഹം പറയും, ഞാൻ ആദരിക്കുന്ന രാമൻ പ്രസന്നതം യാന ഗതാഭിഷേക തദാന്നമംലേ വനവാസ ദുഃഖദ മുഖാംബുജ ശ്രീ രഘുനന്ദനസ്യ കൃതാംബുജം മേ വസേത നിത്യത. എൻ്റെ ഹൃദയത്തിൽ വസിക്കട്ടെ ആ രാമൻ. ഏത് രാമനാണ്? പ്രസന്നതാം. രാമൻ പ്രസന്നനായിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അഭിഷേകത്തിന് തയ്യാറാവാൻ. അച്ഛൻ രാജാവാക്കി വാഴിക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങൾ കുട്ടി റിസൾട്ട് അറിഞ്ഞു, 90% മാർക്കുണ്ട്, സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ മുഖത്ത് എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ലേ? പ്രസന്നതാം യാനഗതാഭിഷേകം. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പേര് മാറിപ്പോയതാണ്. തൻ്റെ പേര് തോറ്റവരുടെ ലിസ്റ്റിലാണ് ഇരിക്കുന്നത് എന്ന്. അത് കേൾക്കുമ്പോൾ മുഖത്ത് എന്താ ഉണ്ടാവുക അവസ്ഥ? പ്രസന്നതാം യാനഗതാഭിഷേക. എന്നാൽ രാമനോട് കാട്ടിലേക്ക് പോവാൻ പറഞ്ഞപ്പോഴോ തദാന്നമംലേ വനവാസ ദുഃഖദ. ആ പ്രസന്നമായ മുഖത്തെ രാമൻ മാറ്റിയില്ല. അഭിഷേകത്തിന് തയ്യാറായി നിൽക്കുന്ന അതേ മുഖത്തോടു കൂടിയാണ്, മാനസികാവസ്ഥയോടു കൂടിയാണ് രാമൻ. ആ രാമൻ എൻ്റെ മനസ്സിലെന്നും തെളിഞ്ഞു നിൽക്കട്ടെ. മനസ്സിലാവുണ്ടോ നിനക്ക്? അതായത് ഒരു പ്രതിസന്ധിയിൽ തളരാത്ത മനസ്സുള്ള രാമൻ എൻ്റെ മനസ്സിൽ. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അവതാരം വൈകുണ്ഠത്തിൽ നിന്ന് വന്ന രാമനെയാണ് ആരാധിക്കുന്നത്. അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല അതിൽ. അവരൊക്കെ രാമനെ കാണുന്നത് ഒരു ഉയർന്ന മനസ്സിൻ്റെ പ്രതീകങ്ങളായിട്ടാണ്. മനസ്സിലാവുണ്ടോ? ഇതുപോലെ സുനീതി അല്പം പോലും മാനസികമായി തളരാത്തതിൻ്റെ കാരണം അവർ കുട്ടിക്കാലത്ത് തന്നെ ധ്യാനം ചെയ്ത് മനസ്സിനെ ആരിലേക്ക് എത്തിച്ചു? ഭഗവാനിലേക്ക്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞു തരുന്നൊരു വാക്ക്, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളേ. അത്രയൊന്നും പഠിക്കാനൊന്നുമില്ല. പ്രഹ്ലാദൻ പറയും, വാട്ട് ഈസ് എ സീക്രട്ട് ഓഫ് മൈ സ്ട്രെങ്ത്. സാധാരണ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാതല്ലേ എന്ത്? ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ്. അത് പറഞ്ഞിട്ടല്ലേ കലക്കി കൊടുക്കുക. ഈ കുട്ടികളൊക്കെ കഴിഞ്ഞ ജന്മ പശുക്കളായിരുന്നു തോന്നണം. ഈ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കൊടുക്കുന്ന കപ്പ് നോക്കിയിട്ടുണ്ടോ? സാധാരണ കപ്പ് പോലെയല്ല. ഈ ബൂസ്റ്റും ഹോർലിക്സും ഇപ്പം എന്താണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇതൊക്കെ ഈ ഗോതമ്പിൻ്റെയൊക്കെ തവിടാണ് ഈ സാധനം എടുക്കുന്നത്. പണ്ട് കാലത്ത് നെല്ലിൻ്റെയൊക്കെ തവിട് കൊടുത്തിരുന്നത് പശുക്കൾക്കായിരുന്നു. ഇപ്പോൾ പശുക്കളൊക്കെ ഇല്ലാതെയതോടുകൂടി ആ തവിടൊക്കെ കലക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക്. വലിയ കപ്പ പശുക്കൾക്ക് വലിയ പാത്രത്തിൽ കൊടുക്കണം, കുട്ടികൾക്ക് വലിയ കപ്പി കൊടുക്കണം. എന്നിട്ട് പറയുന്നത് കുടിക്കണതല്ല, മോന്തടാന്ന്. ആ സാധനമൊക്കെ കുടിച്ച് പശുവിനെ പോലെ തന്നെയായി കൊണ്ടു നടക്കാൻ പറ്റാതെ പാവം. എന്നിട്ട് പിന്നെ സകല ദൈവങ്ങൾക്കും വഴിപാട്.
എന്നിട്ട് ഒരു ദിവസം ഒരമ്മ എന്നോട് വന്നിട്ട് ചോദിച്ചു, മോൻ്റെ തടി കുറയ്ക്കാൻ സ്വാമി എന്തെങ്കിലും മന്ത്രം ഉണ്ടോ എന്ന്. 3 നേരം ഹോർലിക്സ് കളക്കി കൊടുക്കണതേ. ഞാൻ പറഞ്ഞു ഒരു മന്ത്രമുണ്ട്. ആ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അവരെൻ്റെ കാലൊക്കെ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമി മന്ത്രം പറഞ്ഞു തരുമോ എന്ന്. ഞാൻ പറഞ്ഞു മന്ത്രമല്ല, ഇത് ചെയ്യാനുള്ള മന്ത്രമാണ്. എന്ത് ചെയ്യണം? മകനോട് രാവിലെ എണീറ്റ് ഒരു കാര്യം ചെയ്യണം, കണ്ണടച്ചിട്ട് തല, ഇത് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ലെഫ്റ്റിലേക്കും തിരിക്കുക, റൈറ്റിലേക്കും തിരിക്കുക, ലെഫ്റ്റിലേക്കും തിരിക്കുക, റൈറ്റിലേക്കും തിരിക്കുക. ഓ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, കണ്ണിൽ നിന്നിങ്ങനെ സന്തോഷം വരുന്നുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു എത്ര ദിവസം എന്ന്. ഇല്ല ഒരു 10 ദിവസം കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ എക്സസൈസ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, തടി താനെ കുറഞ്ഞോളൂ. 3 നേരം ചെയ്താൽ മതി. ഒന്ന് രാവിലെ, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ രാത്രി. അപ്പോൾ വൈകുന്നേരം അപ്പോഴും വല്ലതും ഉണ്ടെങ്കിൽ കണ്ണടച്ച് അപ്പോഴും ചെയ്തോളണം. അല്ലാതെ ഇതിനെന്താ വഴി? അതും ചില വീരന്മാരുണ്ട്. ഒരാളെ തടി കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർ എടുത്തിരുന്നു. 1.5 മണിക്കൂർ ഡോക്ടർ സംസാരിച്ചു, ടാബ്ലറ്റും കൊടുത്ത് ഡോക്ടർ പറഞ്ഞു രാത്രി 2 ചപ്പാത്തി 1 ഗ്ലാസ് വെള്ളവും കുറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ ചോദിക്കുകയാണ്, ഒരു സംശയം കേട്ടോ, എന്താണ്? അപ്പോൾ ഈ 2 ചപ്പാത്തി 1 ഗ്ലാസ് വെള്ളവും പറഞ്ഞില്ലേ, ഇത് ഊണിന് മുമ്പോ ഊണിന് ശേഷമോ എന്ന്. ഈ ജന്മം പറ്റുമോ? മനസ്സിലാക്കൂ നിങ്ങൾ. നമ്മുടെ മനസ്സ് മറ്റൊരു മനസ്സിൻ്റെ സ്വാധീനത്തിൽ വരണമോ വരണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. ശ്രദ്ധിക്കണേ, ദ മൈൻഡ് വിൽ ഇൻഫ്ലുവൻസ് ഇഫ് ഇറ്റ് ഈസ് വീക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന മനസ്സ് മറ്റു മനസ്സുകളുടെ സ്വാധീനത്തിൽ പെട്ടുപോകും. ധ്യാനിക്കുന്ന മനസ്സ് മറ്റൊരു മനസ്സിൻ്റെ സ്വാധീനത്തിൽ പെടില്ല എന്ന് മാത്രമല്ല, മറ്റൊരു മനസ്സിനെ പോലും ഉയർത്തും. ഗീത അതല്ലേ? അർജുനൻ ദുർബലനായപ്പോൾ അർജുനൻ്റെ മനസ്സ് കൃഷ്ണനെ സ്വാധീനിക്കല്ല ചെയ്തത്, കൃഷ്ണൻ്റെ ധീര മനസ്സ് ആരെ സ്വാധീനിച്ചു? അർജുനനെ. പലരും ഗീതയെ തെറ്റിദ്ധരിക്കുന്ന ഇങ്ങനെയാണ്. ഗീത യുദ്ധം ചെയ്യാൻ പറയുന്ന ഗ്രന്ഥമല്ലേ? ശരിയാണ്, യുദ്ധം ചെയ്യാനാണ്. ഏത് യുദ്ധം എന്നുള്ളതാണ് അവിടെ. ഗീതയിൽ പറയുന്ന യുദ്ധം മനുഷ്യനെ വെട്ടിക്കൊല്ലാനല്ല. കൗരവന്മാരെയും പാണ്ഡവരെയും ഭഗവത്ഗീതയിൽ വർണ്ണിച്ചിരിക്കുന്നത് 2 വ്യക്തികളായിട്ടല്ല, 2 സംസ്കാരങ്ങളായിട്ടാണ്. മനസ്സിലാവുണ്ടോ? ആസുരീം ദൈവീം എന്നാണ് ഭഗവാൻ അതിനെ വിളിച്ചത്. നിങ്ങളെ ദുർബലമാക്കുന്ന ചിന്തകളെ കൗരവരെന്നും നിങ്ങളെ ധീരരാക്കുന്ന ചിന്തകളെ പറയൂ പാണ്ഡവരെന്നും. അപ്പം നമ്മൾ യുദ്ധം ചെയ്യണം. ആരോട്? പാണ്ഡവരോടോ? അപ്പം തന്നെ ഉറപ്പാണല്ലോ നിങ്ങളുടെ മനസ്സിലേതാണ്. യുദ്ധം ചെയ്യണം. ആരോട്? കൗരവരോട് യുദ്ധം ചെയ്യണം. അപ്പം ഈ കൗരവരോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുർബലമായ ചിന്തകൾക്കൊരിക്കലും സ്വാധീനിക്കാൻ നമ്മളെ അനുവദിക്കാതിരിക്കണമെങ്കിൽ അതൊരു യുദ്ധം തന്നെയല്ലേ? ആണോ അല്ലയോ? ആ തരത്തിൽ നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പാണ്ഡവന്മാരെപ്പോഴും, പാണ്ഡവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ നല്ല ചിന്തകൾ എപ്പോഴും ഒരു കൃഷ്ണനാകുന്ന പരമാത്മാവിനോട് ചേർന്നിരിക്കണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം നിരന്തരമായ ധ്യാനം ചെയ്യുന്തോറും നമുക്ക് സ്വയം ദൗർബല്യത്തിൽ നിന്ന് ഉയരാൻ മാത്രമല്ല, മറ്റൊരു മനസ്സിനെ കൂടി, അതിൻ്റെ പ്രതീകമാണ് സുനീതി. ഇത് കേട്ടതും ധ്രുവൻ പോസിറ്റീവ് ഒരു മനസ്സങ്ങോട്ട് കിട്ടിയില്ലേ? ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരു മനസ്സിനെ വാർത്തെടുക്കണം. അപ്പം നിങ്ങളൊക്കെ തയ്യാറാവുകയാണെങ്കിലല്ലോ നമുക്കൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാം, ഒരു സ്പിരിച്വൽ റവല്യൂഷൻ. അതാണ് ഇന്ന് ആവശ്യം നമുക്ക്. നോക്കൂ, ഡൽഹിയിൽ പീഡനം, മദ്യപാനം കൂടുന്നു, പലതും കൂടുന്നു. ഇതിനൊക്കെ എന്താ വഴി? എനിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ചിന്തിക്കണ്ടേ? വേണോ വേണ്ടയോ? പറയൂ. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോസിറ്റീവ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, പോസിറ്റീവായ ചില ചിന്തകൾ പ്രചരിപ്പിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭഗവത്ഗീതയെ ആസ്പദമാക്കി ഞാനൊരു 108 SMS ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡേ നിങ്ങൾക്കൊക്കെ തരുന്നതാണ്. അത് പ്രിൻറ്റിങ്ങിന് പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആദ്യമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എനിക്ക് നിങ്ങളോടുള്ളൊരു അപേക്ഷ, ഒരു
SMS നിങ്ങൾ കുട്ടികളോട് പറഞ്ഞിട്ട് 10 പേർക്ക് അയച്ചു കൊടുത്താൽ അത്രയും ഒരു പോസിറ്റീവ് ആവില്ലേ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെ നമ്മൾ അവരോടും പറയാം 10 പേർക്ക് അയച്ചു കൊടുക്കാൻ. അങ്ങനെ 10 പേർക്ക് എല്ലാവരും ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ റെവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഉണ്ടാക്കാൻ പറ്റുമോ? മനസ്സിലാവുണ്ട്. ഒരു പക്ഷേ ഗീത നമുക്ക് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റിയെന്നില്ല, പക്ഷെ അതിലെ പോസിറ്റീവ് തോട്ട്സ് എടുത്തിട്ട് നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ഉപകരണങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഇന്ന് നമ്മുടെ ബുദ്ധിക്ക് പകരം പ്രവർത്തിക്കാൻ ഏതിന് പറ്റും? ഒരു മൊബൈൽ ഫോണിന് പറ്റും. ഉണ്ടോ? ഒരു 30 പൈസ 10 പൈസയുടെ 30 പൈസയുടെ കാര്യമേ ഉള്ളൂ. അങ്ങനെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ 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 കുറേ നല്ല ചിന്തകൾ സമൂഹത്തിൽ ഉണ്ടാവും. ചീത്ത ചിന്തകൾ തരാൻ പത്രങ്ങൾക്കും ഇന്ന് TV-ക്കും ധാരാളം സാധിക്കുന്നുണ്ട്. അമ്മ മകനെ കുത്തി, മകൻ അമ്മയെ കുത്തി, അച്ഛൻ മകളെ നശിപ്പിച്ചു, മകളാൽ എന്താ പറയുക വേറൊരുത്തൻ്റെ കൂടെ പോയി, ഈ തരത്തിലുള്ള കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും കഥകൾ ദിവസവും പത്രത്തിൽ അങ്ങനെ നിറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു അവജ്ഞയും വെറുപ്പും വരുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു. ഇപ്പം നമുക്ക് മരണം എന്ന് കേട്ടാൽ ഒരു പട്ടി റോട്ടിൽ ചത്ത് കിടന്നാൽ പോലും നമുക്കൊരു വിഷമമില്ലാതെ, കാരണം കണ്ട് ശീലിച്ചു പോയി. ആണോ അല്ലയോ? ഗ്രാമത്തിൽ ഒരാൾ മരിച്ചാൽ തന്നെ മനസ്സിനൊരു വേദനയല്ലോ, ഒരാൾ പോയല്ലോ എന്ന്. ഇതിപ്പോൾ തൊട്ട വീട്ടിൻ്റെ അടുത്ത ആൾ മരിച്ചാലും നമുക്കുണ്ടോ വേദന? അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ടല്ലേ, കാരണം കാലം അത്രയും സ്വന്തം വീട്ടിൽ മരണം നടന്നാൽ പോലും നമ്മൾ അറിയുന്നില്ല. ഉണ്ടോ? കഴിഞ്ഞു. ആരോ പറയായിരുന്നു, അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ മരണം സഞ്ചയനം ഉണ്ടല്ലോ, അതിന് വരെ ഇപ്പോൾ ഇവൻ വേണത്രേ, സച്ചിദാനന്ദ രൂപം. ഇത് കഴിച്ചിട്ടാണത്രേ അച്ഛൻ്റെ സങ്കടം തീർക്കണമല്ലോ. അപ്പോൾ സങ്കടം വരണമെങ്കിൽ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണമെങ്കിൽ മനസ്സ് ലയിപ്പിക്കാൻ പറ്റുന്നൊരു സാധനം വേണ്ടേ? അതാണത്ര ഈ സാധനം. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയിലൊക്കെ, ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക ഒരു ഹാജിയാരുടെ കഥയാണ്. ഇദ്ദേഹത്തിൻ്റെ ബന്ധു മരിച്ചു. ഈ ബന്ധു മരിച്ച വിവരം വേറൊരു ബന്ധുവിനെ അറിയിക്കാൻ വേണ്ടി ഇദ്ദേഹം പബ്ലിക് ബൂത്തിൽ വന്നു. അപ്പോൾ 1 രൂപയുടെ കോയിനിട്ട് വിളിക്കുന്ന ഫോണുണ്ടല്ലോ, ഇദ്ദേഹം 1 രൂപ ഇട്ടു, ഫോൺ റിസീവർ കയ്യിൽ വെച്ചു. അപ്പം അതിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ ക്യൂവിലാണെന്നൊരു പെണ്ണിൻ്റെ ശബ്ദം. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല, അബൂബക്കർ മയ്യത്തായ വിവരം പറയാനാണ്, അത് നീ പറഞ്ഞാലും മതി, അത് നീ ഖാദർ കുട്ടിയോട് പറയണം അബൂബക്കർ മയ്യത്തായിട്ടുണ്ട് എന്ന്. ഇത് പറഞ്ഞ റിസീവർ അവിടെ തന്നെ വെച്ചതും ആ 1 രൂപ കോയിൻ ക്ലിക്ക് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം പറയും, അല്ലാ മയ്യത്തായതിന് കാശും വേണ്ട തോന്നണു, എന്തായാലും ആൾ അടിച്ചു പോയില്ല, ഇനിയിപ്പോൾ അയാളുടെ കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? മരണത്തിനൊരു വാല്യൂ ഇല്ലാതെപ്പോയി. കാരണം കാലം അത്ര മാറ്റം വന്നുപോയി. ഇനിയിപ്പം നിങ്ങൾക്ക് മനസ്സിനെ ഒരാൾ മരിച്ചു പോയാൽ കരയാൻ പോലും പറ്റില്ല. ഉണ്ടോ? വല്ല ഉള്ളിയൊക്കെ കൊണ്ടുകൊണ്ടിരും കണ്ണിലൊഴുകിയ, കരച്ചിൽ വരില്ല. കാരണം ആ കാലം, ഹൃദയത്തിൽ തട്ടുന്ന കാലം പോയി. ഉണ്ടോ? ശരിയാണോ ഞാൻ പറയുന്നത്? നോക്കൂ, നിങ്ങളിപ്പോൾ അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ നിങ്ങൾ ന്യൂസ് വായിക്കുന്നുണ്ടല്ലോ, ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുകയാണ്. അതിൽ പോകുന്ന ആളുകളുണ്ടല്ലോ, മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ്, അതെങ്ങനെയാണ് മരിക്കുന്നത്. അതിനെ രക്ഷിക്കാനല്ല തോന്നുന്നത്. അത്രത്തോളം കാലം മാറിപ്പോയി എന്ന് പറയാൻ. ഇപ്പം നിങ്ങളൊക്കെ ട്രെയിനിൽ നിന്നൊക്കെ വീഴാതിരിക്കട്ടെ. അങ്ങനെ വീഴുന്ന രംഗം ഉണ്ടെങ്കിലല്ലോ ആളുകൾ നോക്കി നിന്ന് മൊബൈലിൽ അതെടുക്കും. അതിനെ ആവശ്യമുള്ളവർക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആരൊക്കെ നിങ്ങളെ തളർത്താൻ വിചാരിച്ചാലും നിങ്ങളുടെ മനസ്സിന് ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്ത ഒരു നിമിഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്ന് പിടിച്ച് കയറാൻ പറ്റും. ഇത് നിങ്ങൾ കൊടുത്താലേ നിങ്ങൾക്കും അത് തിരിച്ചു കിട്ടുള്ളൂ. പ്രകൃതിയുടെ നിയമം അതാണല്ലോ, നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും. അപ്പം അങ്ങനെയൊരു കൂട്ടായ പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഏതായാലും ഇത് അതിനൊരു തെളിവാവട്ടെ. ഇത്ര നോക്കൂ, വലിയ ഗംഭീരമായൊരു രീതിയിലൊരു സപ്താഹം സംഘടിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത്. ഒരുപക്ഷെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്താ പറയുക, അവരുടെ അഗ്രഹാരത്തിൻ്റെ ഉള്ളിൽ, അഗ്രശാലയുടെ ഉള്ളിൽ
ഒരു ചെറിയ രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഉണ്ടോ? ഒരു വലിയ തോതിൽ സംഘടിപ്പിക്കണമെങ്കിൽ അതിന് വലിയ തോതിലുള്ളൊരു കാഴ്ചപ്പാട് വേണം. വിശാല ബുദ്ധേ, വ്യാസഭഗവാനെ വിളിക്കുന്ന പേരാണ്. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധി. നമുക്ക് ആ വിശാല ബുദ്ധി നഷ്ടപ്പെട്ടു. നമുക്കൊക്കെ ഒരു ഇത്തിരി പോകുന്ന ബുദ്ധി. ഞാൻ എൻ്റെ കെട്ടിയോളോ ഓളോ കുട്ടിയോളോ മാത്രം നേരെയാവണം, അതിനപ്പുറം ഒരുത്തനും നേരെയാവരുത്.